വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്നും സാറ്റർഡേ ഒരു ഓഫർ ആണ് കേട്ടോ, ഫ്രീ ഷിപ്പിംഗ് ആണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഞാൻ വേറെ ഇതേക്കാൻ അടക്കം അജ്രക്കിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന കുർത്തീസ് ഉണ്ട്. കൂടുതലും ഇന്ന് കോട്ടണും അജ്രക്കും ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഇത് സിംഗിൾ സൈസസ് ഒക്കെ ഉള്ളതൊക്കെ ഞാൻ കാണിക്കാന്ന് വെച്ചു. അപ്പൊ ഹാൻഡ് വർക്ക് ചെയ്ത് അജ്രക്ക് ഉണ്ട്. ഫസ്റ്റ് ഞാനിപ്പോ വേറെ ഇതേക്കുന്നതാണ് റേഞ്ചാണ്, കാരണം അജ്രക്കിലോട്ടും ഹാൻഡ് വർക്കും നമ്മൾ ചെയ്തേക്കുന്നതാണ്, ചെയ്തെടുത്തേക്കുന്ന വർക്കാണ്, അല്ലാതെ പുറത്തുനിന്ന് വരുന്ന വർക്കല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 1650 ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തേക്ക്. അജ്രക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്, കാരണം ഷിപ്പിംഗ് എനിക്ക് ഒഴിവാക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഗ്രീൻ കളറിലോട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പാച്ച് കൊടുത്തിട്ട് ഫുള്ളി ഹാൻഡ് വർക്ക് ഉള്ള ഒരു പാറ്റേൺ ആണ്. സെക്കൻഡ് വൺ വന്നിട്ട് ഇതേപോലെ അജ്രക്കിന്റെ പാച്ചാണ് ഫുൾ. ഈ ഒരു മോട്ടീഫ് വന്നിട്ട് ഇതുപോലെ താഴോട്ട് വന്നേക്കുന്നത് കോട്ടൺ ആണ്. കോട്ടണിലോട്ട് അജ്രക്കിന്റെ ഈ ഒരു പാച്ച് കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നു. ഫസ്റ്റ് ആണ് ഈ പാറ്റേൺ, ഫ്രീ ഷിപ്പിംഗ് ആണ്. സെക്കൻഡ് വൺ ഇതുപോലെ, ഇത് അജ്രക്ക് തന്നെയാണ്. താഴോട്ടുള്ള ഫാബ്രിക്കും പാച്ചൊക്കെ കൊടുത്തേക്കുന്നത് പ്യുവർ ആണ്. ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നേക്കും. ഇപ്പൊ ഞാൻ ഈ വേറെ ഏതൊക്കെയാണെങ്കിൽ സിമിലർ ആയിട്ടാണ് ഇതേപോലെ തോന്നും. ബ്ലാക്ക് വന്ന് സെയിം തന്നെ സൂപ്പർ ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും നല്ല അജ്രക്കിന്റെ ഹാൻഡ് വർക്ക് വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. ഓക്കെ, അപ്പൊ അടുത്തത് വന്നേക്കുന്നത് ഇതുപോലെ അജ്രക്കിന്റെ പാച്ച് തന്നെയാണ്. താഴോട്ട് വന്നേക്കുന്നത് കോട്ടൺ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിലോട്ടാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇതൊരു പാറ്റേൺ. പിന്നെ വന്നേക്കുന്ന ഇത് ഇക്കത്ത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനോട് സൈസ് ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. ഇക്കത്ത് ഇതും വേറെ, ഇത് നല്ല അടിപൊളിയായിക്കോട്ടെ. ഞാൻ ഇത് വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും ഈ ഒരു പാറ്റേൺ. ഇക്കത്താണ് ഫാബ്രിക്. പിന്നെ വന്നേക്കുന്ന ഇതുപോലെ നേരത്തെ കാണിച്ചത് തന്നെ ചെറിയൊരു ഡിസൈൻ വ്യത്യാസമുണ്ട്. ആ ഒരു മോട്ടീഫ് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഈ ഒരു ഡിസൈനിലോട്ടാണ് വന്നിരിക്കുന്നത്. നല്ല റിസോർട്ടൊക്കെ വേറെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ട്. പിന്നെ നോർമൽ കോട്ടണിലോട്ട് ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് ഇതേപോലെ ഉണ്ട്. ഈ ഒരു ഡിസൈൻ വന്നിട്ട് യോക്കിലോട്ട് ഇതേപോലെ പാച്ച് കൊടുത്തിട്ട്, ഇത് സോഫ്റ്റ് കോട്ടൺ, സാധാ കോട്ടൺ ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഫാബ്രിക്. പിന്നെ വന്നിട്ട് ഇതുപോലെ നോർമൽ കോട്ടൺ ആണ്. ഇതും ഇതുപോലെയൊക്കെ ഇത് വിത്തൗട്ട് ഹാൻഡ് വർക്ക് ഒക്കെയാണ്. സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഉണ്ടാവും ഈ ഒരു പാറ്റേൺ. ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിനകത്ത്. ഇതൊക്കെ സാക്കും ഉണ്ട്, സെയിം ഇത് തന്നെ. അധികം പീസസ് ഇല്ല കേട്ടോ. പ്ലസ് സൈസും ഉണ്ടാവില്ല, അപ് ടു XXL വരെയുള്ള ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഈ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും. പിന്നെ വന്നേക്കുന്ന രണ്ടെണ്ണം ഇതുപോലെ ഈ ഒരു പാറ്റേൺ. ഇതും നല്ല കോട്ടൺ ഇതാണ് കേട്ടോ. ഇതും ഈ ഒരു പാറ്റേണിലോട്ട് നമ്മൾ ഇതുപോലെ ബോർഡറൊക്കെ 4 സൈഡ് ബോർഡറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാറ്റേൺ. ഇതിന്റെ തന്നെ നമുക്ക് യോക്ക് താഴോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ മുകളിൽ മെറൂണും താഴോട്ട് ബ്ലൂവും, ഈ ഒരു ബോർഡറൊക്കെ വരുന്നത് ഈ ഒരു മെറൂൺ തന്നെ കേട്ടോ. ഈ ഒരു പാറ്റേൺ. അങ്ങനെ 2 കളേഴ്സ് ഇതിന്റെ ഉണ്ട്. പിന്നെ ഈ ഒരു പാറ്റേൺ XXLോട്ട് ഈ ഒരു ഇതുണ്ട് കണ്ടോ. ഇത് XXL പ്ലസ് സൈസ് ഉണ്ട് കേട്ടോ. അപ് ടു XXL 3XL ഒക്കെ ഉണ്ടാവും. ഈ ഒരു പാറ്റേൺ നല്ല ഓണിയൻ ഷെയ്ഡ്, നല്ല വീക്ക് കളർ പാറ്റേണിലോട്ട് ഇത് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 1250 ആ റേറ്റൊക്കെയാണ്. പിന്നെ വന്നേക്കുന്ന ഇത് വിത്ത് ലൈനിങ്, ഹാഫ് ലൈനിങ് കൊടുത്തിട്ട് ഇതേപോലെ ഈ ഒരു പാറ്റേണിലോട്ട് ഹാഫ് ലൈനിങ് ആണ്. എ ലൈൻ പാറ്റേൺ ആണ്. ഇതും നമുക്ക് പ്ലസ് സൈസ് ഉണ്ടാവും. ഇത് പ്ലസ് സൈസ് ഉണ്ട് കേട്ടോ. എ ലൈൻ പാറ്റേൺ ആണ്. ഓക്കെ, ഇതിനകത്തോട്ട് നമുക്ക് പ്ലസ് സൈസ് ഉണ്ട്. ഇത് നല്ല ഗ്രീൻ, ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് പീസാണ് ഇതൊക്കെ കേട്ടോ. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും വിത്ത് ഈ ഒരു ഷർട്ട് കോളർ പാറ്റേൺ. പിന്നെ ഹക്കോബയിലോട്ട് ഈ അജ്രക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ട് കണ്ടോ, നിങ്ങൾക്ക് ഇത് റിസീവ് ആയവർക്കറിയാം. എന്നിട്ട് ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ, സ്കാൽപ്പ് നെക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ. ഇതിന്റെ ടോപ്പ് മാത്രം നമുക്ക് അന്ന് 2250 ആയിരുന്നു. ഇപ്പം ഞങ്ങൾ കുറച്ചിട്ടുണ്ട് 1990 ആക്കിയിട്ടുണ്ട്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതേപോലെ കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ്. വെച്ചാൽ റേറ്റ് വരുന്നുണ്ട്. ഹക്കോബയാണ് പ്രിന്റ് വരുന്നത്, അതിനകത്ത് അജ്രക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഹാഫ് ലൈനിങ് ആണ്. ഓക്കെ, തന്നെ എ ലൈൻ പാറ്റേൺ കാണും. ഇത് ആലിയ കട്ട് പാറ്റേണിലോട്ട് ഇതേപോലെ 1850 ആണ്, പക്ഷെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തേക്ക്. നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ. ഇതുപോലെ ഇത് എ ലൈൻ പാറ്റേണിലോട്ട് നേരത്തെ കാണിച്ച ആ പ്രിന്റിന്റെ എ ലൈൻ വരുന്നതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും ഈ ഒരു പ്രിന്റ്, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ തന്നെ ഇത് ബ്ലൂലോട്ടാണ് വരുന്നത്. ഇതും ഇതിന് വിത്ത് ബോട്ടം ആണ് വരുന്നത്. ബോട്ടം വേണം എന്നുള്ളവർക്കും അതിനും പെയർ ചെയ്യാം. അതായത് മെറൂണിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ പെയർ ചെയ്യാം, ബ്ലൂവിന് സെയിം ടോൺ പെയർ ചെയ്യാം. വിത്ത് ബോട്ടം ആണ്. ഇത് 2100 ആണ് വരുന്നത്. അപ്പൊ ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ്. അതും ഈ ഒരു സെയിം ആ ഒരു ഫാബ്രിക് തന്നെ നമ്മൾ ഈ ഒരു പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും ഇന്ന് ഇതേപോലെ ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളിയായിട്ട് ഫ്രോക്കൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ വാഷ് ചെയ്താലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഈ ഒരു ഇതിന്റെ ബോട്ടം ഇതാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ബോട്ടം പീസ് വരുന്നത് ഇതേപോലെയാണ്. നല്ല ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് വിത്ത് 2 സൈഡും ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ നല്ല വിത്തും ലെങ്ത് ഒക്കെ ഉള്ള ഒരു പാറ്റേൺ വന്നത്. നേരത്തെ കാണിച്ചത് തന്നെ ഇതേപോലെ ഈ ഒരു വി നെക്കും ഒരു പടി കൊടുത്തിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് ഇതേപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിന്റെ താഴോട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ ഈ ഒരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്.
ഈ ഒരു പ്രിന്റ്. എന്നിട്ട് സ്ലീവും നമുക്ക് ആ ഒരു യോക്കിൽ കൊടുത്തേക്കുന്ന പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ട് സ്ലീവിന്റെ ബോർഡർ ഒക്കെ കൊടുത്തേക്കണം കേട്ടോ. ഇതേപോലെ ഈ ഒരു ബോർഡർ ഒക്കെ വെച്ചിട്ട് നല്ല ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇതും ഈ ഒരു പാറ്റേൺ. അപ്പൊ ഇതൊന്നും അധികം സൈസസും പീസസും ഇല്ല. അപ്പം ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഓൾട്ടറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വിത്തിൻ 2-3 ഡേയ്സിൽ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും.